Hello guys, welcome back to my YouTube channel. So, another day, another vlog. ഞാനിപ്പോൾ രാവിലെ എണീറ്റ് കഴിക്കാൻ വന്നിരിക്കും. ദോശ കഴിക്കാൻ പോകുന്നു. ദോശ ഒരു നൈസൊരു കടയുണ്ട്. സോ ഇവിടെ കഴിക്കാൻ വന്നു. ഒരു ചായ പപ്പയ്ക്ക് വേണ്ടേ? ഇവിടെ നല്ലൊരു കടയാണ്. പേരെന്തോന്നു? അപ്പൊ ഈ കടയുടെ പേരെന്തോന്ന്? നല്ല കടയാണ്. ഇതിന്റെ ബാക്കിൽ എന്താ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പങ്കായെന്ന് പറയുന്ന എന്തോന്നാണ്. നമ്മൾ ഹോട്ടലാണ്. നല്ല ടേസ്റ്റാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. കുറച്ച് നാളെ കഴിഞ്ഞ് നല്ല ഫുഡ് കഴിക്കുന്നു ഗൈസ്. ഇവിടെ അങ്ങനെ അടച്ചിട്ട സ്ഥലമില്ല, ഓപ്പൺ എയർ ആണ്. സോ രാവിലെയൊക്കെ ഒന്ന് നിന്ന് കഴിക്കുമ്പോൾ നല്ല ആംബിയൻസ് ആണ്. ബാക്കിൽ ഞാനൊന്നിവിടെ വന്ന സമയത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റില് മീനുണ്ട്, എന്നാലും അന്നത്ര ഇല്ല എന്ന് തോന്നുന്നു. ഉറക്കെ സംസാരിക്കാത്തതെന്ന് വെച്ചാൽ അന്തരീക്ഷം ഭീകരമാക്കരുത്, അതുകൊണ്ടാണ്. ഒരെണ്ണം ജുഡിയിൽ ചെന്ന് കുറച്ച് ജ്വല്ലേഴ്സ് എടുക്കാൻ വേണ്ടി പോവായിരുന്നു. കുറച്ച് ജ്വല്ലേഴ്സ് അല്ല, ഒരു ഉടുപ്പിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനം. ബട്ട് അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. സോ അതിന് വേണ്ടി തപ്പി ഇറങ്ങിയതാണ്. കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അറിയത്തില്ല, നാട്ടിൽ വരുമ്പം നല്ല പീസ്ഫുള്ളാണ് എല്ലാം. ആക്ച്വലി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല പീസാണ്. ഇങ്ങനെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും ഇല്ല ബാംഗ്ലൂർ. സീരിയസ്ലി എടാ, എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും സംസാരിക്കുന്നു. ഞാൻ കുറച്ച് ട്രിവാൻഡ്രത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു. കുറച്ച് സ്ഥലങ്ങളല്ല, എന്നാലും കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഞാനിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്ന എനിക്ക് ഭയങ്കര ഓക്ക്വേർഡാണ്. ഫൈനലി എൻ്റെ ചായം കൂടെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പോകായിരുന്നു. പക്ഷെ ഇത് ചൂടുണ്ട്, കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റുഡിയോയിൽ പോവാണ് ഗൈസ്.
ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പോവാ. ഈ പോകുന്ന വഴിയിലുള്ളതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പാളയം പള്ളി. ഇത് പാളയം പള്ളിയുടെ ബാക്കാണ്. കാണിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇതാണ് പാളയം പള്ളി. ഈ പാളയം പള്ളിയുടെ എവിടെ കാണുന്നില്ല. ഇവിടെ മുസ്ലിം പള്ളി. അയ്യോ, വെയിറ്റ് ആക്കുക. അതെ. ഇവിടെ മുസ്ലിം പള്ളി, തൊട്ടടുത്തൊരു കോവിലുണ്ട്. പള്ളിയുടെ അടുത്ത് മോസ്കിന്റെ അടുത്ത് ടെമ്പിൾ. നൈസല്ലേ? ഇത് നമ്മുടെ നാട്ടിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്തല്ല, കേരളത്തിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. So we are heading to studio. ബസ്സിലുള്ളവരൊക്കെ എങ്ങനെ നോക്കുന്നു? I don't know if you guys can see me, but മഴ പെയ്യുന്നു. മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ വിരുമ്പി നിൽക്കുന്നു ആകാശം. നമ്മളിപ്പോ ട്രാഫിക്കിലാണ്. ക്യാമറ കണ്ട ഫൈൻ അടിക്കൂലേ? പറയാൻ എന്റെ നാട് കുറെ പുരോഗമിച്ചിരിക്കുന്നു. ഞാൻ കണ്ട നാടേയല്ലേ. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഇല്ലേ? ഉണ്ടാ? അതല്ലേ ഞാനും പറഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജ് ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ എന്നെ മാത്രമേ കാണിക്കുന്നു. നമ്മള് സുടിയിലെത്തിയോപ്പേ. കുറെ കടകളുണ്ട്. ലൈറ്റിംഗ് ഇല്ലാത്തത് മഴയായോണ്ടാണ്. മഴ പെയ്യുന്നില്ല എന്നാ പെയ്യുന്നില്ല, എന്നാ പെയ്യുന്നുണ്ട്. എങ്ങനെയല്ലോ പെയ്യാൻ നിൽക്കുന്നുണ്ട്, പക്ഷെ പെയ്യുന്നില്ല. അതാണ് കറക്റ്റ്. ഇവിടെ കൂടെ പോലീസേ കണ്ട. ഇതാണ് സെക്രട്ടേറിയറ്റ്. പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥലം. ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നു. അതിനെതിരായി നമ്മുടെ സംഘടന കേരളമെമ്പാടും നടത്തിയ അതിശക്തമായ സമരത്തിന്റെ ഫലമായി കാര്യം നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ എപ്പോഴും സമരമാണല്ലോ. എപ്പോഴും സമരമാണ്. ഇനി ഞാൻ റോഡിൽ കൂടെ അവരെ കാണിക്കണം വന്നു കഴിഞ്ഞാൽ പോലീസുകാരെന്നെ എടുത്തോണ്ട് പോകും. ഇവിടെ എപ്പോഴും കാണാം അങ്ങനെ ഓരോരുത്തരും വന്നിരിക്കും സമരത്തിന്. എന്നാ മുഖ്യമന്ത്രി വല്ല തിരിഞ്ഞു നോക്കോ? അത് സ്റ്റുഡിയോയിലാണെങ്കിൽ ഇപ്പം ഒന്നും സംസാരിക്കത്തില്ല കേട്ടോ. ബിക്കോസ് ഇപ്പോൾ സാധനങ്ങൾ നോക്കാൻ വേണ്ടി വന്നില്ലേ. അപ്പം സാധനങ്ങൾ നോക്കിയിട്ട് പയ്യെ പോവാ ഗൈസ്. അല്ലെങ്കിലും സ്റ്റുഡിയോയിൽ ജൂലസ് ഇല്ലല്ലോ. ഇല്ലേപ്പാ പോയ കാര്യം നടന്നില്ല. സോ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഞാനൊരു ടോപ്പ് എടുത്തായിരുന്നു. പോയത് കാര്യം നടക്കാത്തതുകൊണ്ട് ഞാൻ ഒരു ടോപ്പ് എടുത്തിട്ട് തിരിച്ചു വന്നു ഗൈസ്. ബാംഗ്ലൂരിലേക്കാണ് കളക്ഷന് എവിടെയാണുള്ളത് തോന്നുന്നു. കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബിക്കോസ് ബാംഗ്ലൂരിൽ അത്ര കളക്ഷൻ ഇല്ല. ബാംഗ്ലൂർ
ദൂരെന്നല്ല, ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടെയുള്ള സ്റ്റുഡിയോയിൽ അത്ര കളക്ഷൻ ഇല്ല. ഇവിടെ എന്തോ സമരം? ഓ, മറ്റേ കൊൽക്കത്തയിൽ നടന്ന ഇതിൻ്റെ ബേസ് ചെയ്ത സമരമുണ്ട് തന്നെ. കൊൽക്കത്തയിൽ ഇപ്പം ഇടയ്ക്കൊരു കേസ് നടന്നില്ലായിരുന്നു, ലൈക്ക് റേപ്പ് കേസ്. അതിൻ്റെ സമരം നടക്കും അവിടെ. So we are heading back to വീട്ടിൽ. വീട്ടിൽ പോവല്ലേ ഇപ്പൊ? ഓ, ഞാൻ നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അപ്പൊ വീട്ടിൽ പോണില്ലേ? ആ, അപ്പൊ ചാല വഴി പോവാ. അപ്പൊ ചാല വഴി പോവോ? എന്റെ മുഖമൊക്കെ ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. ബിക്കോസ് ഞാനൊന്നും ചെയ്തില്ല മുഖത്ത്. സൺസ്ക്രീൻ എടുത്ത് തുടച്ചോളാം. ബിക്കോസ് ഫുള്ള് വൈറ്റ് കാസ്റ്റ്. ചാലയെ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ചാലയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്താണെന്ന് അറിയത്തില്ല. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. ഞങ്ങളുടെ ഞങ്ങളിവിടെ പോകുന്നതിന് മുമ്പ് കരിക്കിൻ ഷേക്ക് വാങ്ങിക്കാൻ വേണ്ടി നിർത്തി. മിസ്സസുമായി തന്തപ്പടി തന്തപ്പടി അല്ല, ഞാൻ കാണിച്ചു തരാം എൻ്റെ തന്തപ്പടീനെ. കല്യാണം നോക്കാനല്ല, വീട് നോക്കാനാണ് പറഞ്ഞത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ എന്തോന്ന് പറ വല്ലതും സാധാരണ ഇങ്ങനെയല്ല. വീഡിയോ എന്താണെന്ന് ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വന്നു ഞങ്ങൾ. നല്ല ഓറഞ്ച് ജ്യൂസ് തിരിക്കാൻ പറ്റുമോ? ആണോ? അത് ഇതെന്തോന്നിത്? പോയിനെ വലിച്ചൊടിച്ച. കറന്റ് ഞങ്ങളിപ്പം ശാലയിലെത്തി ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അനങ്ങുന്നില്ല വണ്ടിയൊന്നും. ഞങ്ങൾ ചാലയ്ക്കകം വഴി പോകുന്നില്ല ഗൈസ്, ഭയങ്കര തിരക്കാണ്. ഒരു അങ്കിൾ വന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകല്ലേ, പെട്ട പോകും. സോ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ചാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ അപ്പേ? അതെ, ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല, എല്ലാം ഉണ്ട്. ആന മുതൽ ചേന വരെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് മറ്റേ പത്മനാഭ ക്ഷേത്രത്തിന്റെ അതുവഴി പോവാം അല്ലേ? അപ്പൊ അതുവഴി പോവാം നമുക്ക്. അപ്പൊ ഞാൻ അവിടെയും കൂടെ കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഫുള്ള് കടയാണ്, ഫുള്ള് കട. കടയോട് കട 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 കട. മൈ ഫോൺ വിൽ ഡൈ സൂൺ ഗൈസ്. രാമചന്ദ്രൻ ഞാൻ കണ്ടായിരുന്നു മോനെ. ഷൂട്ട് ചെയ്യാൻ ഞാൻ പത്മനാഭ സ്വാമി ചിത്രം കാണും. ബട്ട് ഓണമായിട്ടൊന്നും അപ്പൊ ഓണക്കോടി ഒന്നും വരാത്ത വിടാം. സാധാരണ ഓണമാവുന്നതിന് മുമ്പ് തന്നെ വരേണ്ടതാണ് ഓണക്കൂടി. ബട്ട് ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടാവോ ഉണ്ടോ? എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് തീരാറായി.
മൈ ഫോൺ വിൽ ഡൈ സൂൺ ഗൈസ്. ഇത് പറയാൻ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.